ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഐഡിയ എങ്ങനെ നമുക്ക് ജനറേറ്റീവ് എ ഐ വെച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഓപ്പൺ എ ഐ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ അജോ ഫംഗ്ഷനകത്ത് ഞാൻ ഈ പറയുന്നത് മെയിൻലി ഇതിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുക, ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിന്റെ ഡോക്യുമെന്റ്സിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക്സ് ഞാൻ ഇതിനകത്ത് ഇടാം. പക്ഷെ ഇതെല്ലാം ഗോ ത്രൂ ചെയ്ത് നമുക്ക് ചെയ്യാന്ന് വെച്ചാല് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റും പിന്നെ ഒരു പ്രോഗ്രാമർ മൈൻഡ് സെറ്റും ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം റീഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കൂടാണ്ട് മൈക്രോസോഫ്റ്റ് കുറെ ലേണിംഗ് മെറ്റീരിയൽസ് തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വരുന്ന വീഡിയോസിൽ സമയമുണ്ടെങ്കിൽ കവർ ചെയ്യാം. പക്ഷെ ബേസിക് ഐഡിയ എന്ന് വെച്ചാല് ഇങ്ങനെ പ്ലഗിൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടെന്നും ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമുക്ക് ലോങ് വീക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ, ഒരു ഐഡിയ എങ്ങനെ, ഒരു ബിസിനസ് വാല്യൂ എങ്ങനെ മെഷീൻ ലേണിംഗ് വെച്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ ഈ ടൂറിസ്റ്റ് സ്പോട്ട്സ് എത്രയും പെട്ടെന്ന് ബെസ്റ്റ് വേ, കാശ് വളരെ മിനിമൽ ചെലവാക്കി എന്നാലും അട്രാക്റ്റീവ് പ്ലേസസ് മിസ് ചെയ്യാണ്ട് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലുള്ള ഒരു മാപ്പ് അല്ലെങ്കിൽ ആ റൂട്ടും ആ ഡിസ്റ്റൻസും അതിന്റെ എമൗണ്ടും വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും. അപ്പൊ ആ ഒരു ഐഡിയനെ നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് AI വെച്ചിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ചാറ്റ് ജി പി ടി പോലത്തെ മോഡൽസ് ഈ വീഡിയോയിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുക. ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ചാറ്റ് ജി പി ടിയിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ പല ഇതും ഇപ്പൊ ഈ പ്ലഗിൻ സ്റ്റോറിൽ പോകുമ്പം ഇത് നമ്മുടെ ക്രോം സ്റ്റോറും ഫയർഫോക്സിന്റെ സ്റ്റോർ പോലെ ഇതിനകത്തില് ഈ ചാറ്റ് ജി പി ടിയെ കൊണ്ട് ആക്ച്വലി അത് പ്രെഡിക്റ്റ് ചെയ്യാണ്. നമ്മൾ ഓരോ ടെക്സ്റ്റിന്റെ നെക്സ്റ്റ് ടെക്സ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പൊ അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷോ മീ ദ tourist spots in the and the best possible route to cover within a day. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് നമ്മൾ ജി പി ടി പ്ലസ് ജി പി ടി 4 മോഡൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ മോഡലിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു കോഹറൻസ് ഉള്ള, അതിന്റെ ടെക്നിക്കൽ ഇതിലോട്ട് പോകുന്നില്ല, നമുക്ക് ഇൻഫർമേഷൻ തരും. എന്താണെന്ന് നോക്കാം. ഇപ്പം എനിക്ക് വേണ്ടത് വെച്ചാൽ നമുക്കിപ്പം ഒരു ലോങ് വീക്കിൽ വരുന്നു, 2 ദിവസത്തിനുള്ളിൽ ഈ ട്രിപ്പ് പോകണം. ഏതൊക്കെയാണ് ബെസ്റ്റ് പ്ലേസസ്, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ഏതാണ് ബെസ്റ്റ് റൂട്ട്, രാവിലെ തിരിച്ചാൽ വൈകുന്നേരത്തേക്ക് എപ്പോൾ എത്തണം. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ അത് തീർക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു ഐഡിയനെ എങ്ങനെ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ അത് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് തന്നു. പക്ഷേ ഇതിൽ നമുക്ക് മാപ്പായിട്ടും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലഗിൻസ്. അപ്പോൾ ഈ പ്ലഗിൻസ് ചെയ്യണമെങ്കിൽ ഒരു നല്ല പ്രോഗ്രാമർ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ നിലവിൽ കുറേ ടൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയനെ നമുക്ക് എങ്ങനെ ഇപ്പോൾ എല്ലാ ഇതിലും ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെ പ്രോംപ്റ്റ് കൊടുത്താണ്, വാട്ട് ആർ ദി മേജർ സിറ്റി ക്യാപിറ്റൽസ് ഇൻ ഇന്ത്യ. ഇതൊരു വേറെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചാൽ എല്ലാം ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമല്ല, നമ്മളിപ്പം എനിക്ക് എല്ലാ രാജ്യവും എല്ലാ ക്യാപിറ്റൽസിലും പോയി വരണം. അപ്പോൾ അതിൻ്റെ എത്ര സമയം എടുക്കും, ഏതാണ് ബെസ്റ്റ് റൂട്ട് ചോദിക്കും. അതായത് മേജർ സിറ്റി ക്യാപിറ്റൽ ഇൻ ഇന്ത്യ ആൻഡ് വാട്ട്സ് ദ ബെസ്റ്റ് ഇപ്പൊ എല്ലാ കേസിലും ഈ മുമ്പേ പറഞ്ഞ പോലെ വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ ചില കേസിൽ അത് കോംപ്ലക്സ് ആകുന്ന കേസിൽ അത് ഇവിടെ ചില ചാറ്റ് ജി പി ടി 4 ആണ്. ചാറ്റ് ജി പി ടി 4 ആയതുകൊണ്ടാണ് ഇത്രയും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു മാപ്പായിട്ട് തരുന്നില്ല, മാത്രമല്ല നമുക്കൊരു യൂസർ ഫ്രണ്ട്ലിനെസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പ്ലഗിൻ ചെയ്യണമെങ്കിൽ ഒരു അപ്രോച്ച് ഉണ്ട്. അതാണ് മൈക്രോസോഫ്റ്റിന്റെ സിമാന്റിക് കേർണൽ. ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ചാറ്റ് ജി പി ടി ഈ പ്ലഗിൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ സിമാന്റിക് കേർണൽ എന്ന് പറഞ്ഞൊരു മൈക്രോസോഫ്റ്റ് സിമാന്റിക് കേർണൽ എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് അവർ റിലീസ് ചെയ്തിട്ട്, അതായത് ഈ മെഷീൻ ലേണിങ്ങിന്റെ ഈ അതിൽ നിന്ന് വരുന്ന ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ഈ കേർണൽ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിനെ എങ്ങനെയാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ മെഷീൻ ലേണിംഗ് മോഡൽസും വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു OS ആണ്. അപ്പൊ ആദ്യം ഇതിന് ഒരു ബേസ് ലൈൻ വെച്ചാൽ നമുക്കൊരു പ്ലേ ഗ്രൗണ്ട് വേണം. അതാണ് ഈ ചാറ്റ് കോപൈലറ്റ്. അപ്പൊ ഈ ചാറ്റ് കോപൈലറ്റിന്റെ ബേസിക് റിക്വയർമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് dotnet 7 വേണം. പിന്നെ ഓപ്പൺ എഐന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഓപ്പൺ എഐന്റെ അക്കൗണ്ട് എന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി അല്ല, അതിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ട്.
അത് നിങ്ങള് കുറച്ച് ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ APIs കോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. അപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ്, ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിന് പവർ ഷെല്ലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അത് ആ കോപ്പൈലറ്റ് ഓപ്പൺ സോഴ്സ് ആണ്. അത് ക്ലോൺ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിയുമ്പോഴത്തേക്കിന് ഈ സ്റ്റാർട്ട് ഡോട്ട് പി എസ് കൊടുക്കുക. അത് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ബാക്ക് ആൻഡ് ഫ്രണ്ട് എൻഡ് സെർവർ സ്പിന്നപ്പ് ചെയ്യും. ഇത് ഫ്രണ്ട് എൻഡ് ആണ്, ഇതാണ് അതിന്റെ ബാക്ക് എൻഡ്. ഈ ബാക്ക് എൻഡ് ഓപ്പൺ എയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓപ്പൺ എ കീ ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട് എൻഡ് ആണിത്. ഇതിനൊരു എക്സാമ്പിൾ, ഇതിൽ എങ്ങനെ പ്ലഗിൻസ് ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആഡ് കസ്റ്റം പ്ലഗിൻസ്, ഇപ്പൊ ഇതിനകത്ത് ഞാൻ തിങ്ക് പാക്ക് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ആഡ് ചെയ്തത് ഒരു ഡെമോ പോലെ കാണിക്കുകയാണ്. എന്ത് എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. മാത്രമല്ല ഒരു നല്ല പ്രോഗ്രാമറിന് ഈ ജനറേറ്റീവ് API എന്ന് വരുന്ന കണ്ടന്റ് വെച്ചിട്ട് ഡിഫറെന്റ് ക്രിയേറ്റീവ് ഐഡിയാസ് ബിൽഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ തിങ്ക് പാക്ക് എങ്ങനെ ഇതിൽ കൊണ്ടുവന്നു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കാമെങ്കിൽ ഇപ്പം ഈ ജനറേറ്റീവ് മോഡലിൽ ടെക്സ്റ്റ് ബേസ് മാത്രമല്ല, അതിനകത്ത് ഇപ്പം ഒരു ഫംഗ്ഷനകത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഇതിൽ ആക്ച്വലി രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്, എനിക്ക് ഇത്ര പെർസെന്റ് ഗ്രോത്ത് വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള കഴിവില്ല ജെൻഎഐക്ക്. പക്ഷെ നമ്മൾ പ്ലഗിൻസ് വെച്ചിട്ട് ആ കഴിവ് കൊടുക്കുകയാണ്. ആദ്യം പ്ലഗിനെ ആഡ് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുക. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിനൊരു ഡൊമൈൻ വേണം. അപ്പൊ ആ ആപ്ലിക്കേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിലോട്ട് ആദ്യം കോഡിലോട്ട് കിടക്കാം. ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വേണം. അതിൽ നമ്മൾ സിമാൻറ്റിക് കേർണൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊരു എക്സ്റ്റൻഷൻ ആണ്. അപ്പം സിമാൻറ്റിക് കേർണൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ ഇത് വരും. അപ്പം നമ്മൾ ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് പി കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് കിട്ടും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ജനറേറ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. ആ വരുന്ന ഡേറ്റനെ ഒരു ഇൻക്യൂറ്റീവ് ആപ്ലിക്കേഷൻ ആയിട്ട് മാറ്റണം. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലഗിൻസ്. പ്ലഗിൻസ് ഇവിടെ അഷ്യൂർ ഫങ്ഷൻസ് ആണ്. അപ്പൊ അഷ്യൂറിന്റെ ഒരു ഫങ്ഷൻ ടൂൾസ് എന്ന് പറഞ്ഞൊരു SDK ഇൻസ്റ്റാൾ, ഇത് കുറച്ച് ടെക്നിക്കൽ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഈ പ്ലഗിൻസ് ആണ് ഈ ജനറേറ്റീവ് AIന്റെ ഇപ്പം ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പൊ പല ആൾക്കാരും മെഷീൻ ലേണിംഗ് വെച്ചിട്ട് എന്താണ് നോക്കുമ്പോൾ ബിസിനസ് പരമായ ലോജിക്സും അതിന്റെ എക്സ്പാൻഷനും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം പ്ലഗിൻസ് വെച്ചിട്ട്. അപ്പൊ ഇതിൽ രണ്ട് പാർട്ടാണ് ഒന്നുള്ളത്, അഷ്യൂർ ഫംഗ്ഷനും ഒന്ന് സിമാൻറ്റിക് ഫംഗ്ഷൻ ജനറേറ്ററും. ഇപ്പൊ നമ്മൾ പ്രോംസ് വളരെ അവിടെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ വളരെ പ്രഗത്ഭരായ ആൾക്കാർ പ്രോംസ് നമുക്ക് ടെംപ്ലേറ്റ് രൂപത്തിൽ തരും. അത് നമ്മൾ skprompt.txt ഇടും. ഇത് സ്കിൽസ് ഈ സിമാൻറ്റിക്സ് കേർണൽ എന്ന് വെച്ചാൽ ഞാനൊരു OS പോലെ, അത് ആ ഫ്രെയിം വർക്കിനകത്ത് കുറേ പാർട്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കുക, രണ്ട് പാർട്ട് ഉണ്ട്, ഒരു അഷ്യൂർ ഫംഗ്ഷനും ഒരു സിമാൻറ്റിക് ഫംഗ്ഷനും. സിമാൻറ്റിക് ഫംഗ്ഷനകത്ത് ഒരു ജേസൺ കോൺഫിഗ് ജേസൺ ഉണ്ട്, പ്രോംപ്റ്റ് ഉണ്ട്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസർ കൊടുക്കുന്ന ടെക്സ്റ്റിനെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡിലോട്ട്, ഇപ്പൊ ഒരു ഞാനിപ്പോ സ്പോർട്സ് റിലേറ്റഡ് ആണ് ടെക്സ്റ്റ് കൊടുക്കുന്നെങ്കിൽ അത് സ്പോർട്ട് റിലേറ്റഡ് ആണെന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് അതിനെ പ്രോംപ്റ്റ്
വീഡിയോ. അപ്പം നമുക്ക് വൺസ് ഈ ഈ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഷ്യൂർ ഫങ്ഷൻസിനകത്ത് നമ്മൾ ജസ്റ്റ് ചില പ്രോഗ്രാമിംഗ് സെറ്റപ്സ് ഉണ്ട്. നമ്മളൊരു ഫങ്ഷൻ നമ്മളിപ്പോൾ ഈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന് ഇത് നമ്പേഴ്സ് ഇതിലോട്ട് ഇപ്പം എവിടെയെങ്കിലും അഡീഷൻ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്ലഗിൻ ഇൻവോക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ കേസിലെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വരുന്ന ടെക്സ്റ്റ് എല്ലാം ഇപ്പൊ പ്ലേസസ് ആണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് എടുത്തിട്ട് ഒരു മാപ്പായിട്ട് കാണിച്ചിട്ട് ഒരു കുറച്ചുകൂടി ഇൻറ്റ്യൂറ്റീവ് ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കുക. അപ്പൊ ഇത് ഇന്റലിജൻസ് കോൺഷ്യസൂടെ ചേരുന്ന ഒരു ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാമെങ്കിൽ ഇവിടെ കണ്ടോ സം 80. ഇപ്പൊ ഞാനിത് ഒന്നുകൂടെ റൺ ചെയ്യുന്നില്ല. ഇത് ഈ കോപ്പൈലറ്റിനകത്ത് ഇപ്പൊ ജസ്റ്റ് കൊടുക്കുക വാട്ട് ഈസ് ദ ടോട്ടൽ ഓഫ് ഇപ്പൊ ആക്ച്വലി അഡീഷൻ ചെയ്യുക എന്നല്ല ജെൻഎഐന്റെ ഇത് ഉത്തരവാദിത്തം. അതിന് ജസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ ഓഫ് എന്ന് ആ ടെക്സ്റ്റിനെ ടോക്കൺസ് ആക്കിയിട്ട് അതിൽ നിന്ന് അതിന് മനസ്സിലാവും ഓക്കെ യൂസർ ഈസ് ട്രൈങ് ടു രണ്ട് നമ്പേഴ്സിന് ആഡ്. ഇത് കണ്ടോ നമ്മുടെ ടോക്കണിനെ നമ്മുടെ കോപ്പൈലറ്റ് ഇതിനകത്തൊരു അഡീഷൻ ഫങ്ഷനാലിറ്റി ഉണ്ട്. അത് ജെൻഎഐക്ക് പറ്റത്തില്ല. പക്ഷെ അതിന് ഒരു പ്ലഗിൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലഗിൻ വെച്ചിട്ട് ഇത് കണ്ടോ രണ്ട് നമ്പേഴ്സ്. ഇപ്പൊ അതിനകത്തുനിന്ന് ഈ രണ്ട് നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളടുത്ത് ചോദിക്കുകയാണ് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എസ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ ഇതൊരു എന്താ പറയാ ജെൻ എ ഐ പ്ലസ് നമുക്ക് മാത്തമാറ്റിക്കലും പിന്നെ പ്രോഗ്രാമിംഗ് വേൾഡിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊരു സ്വാഗർ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പല പല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഇതിന് ആക്ച്വലി ഈ പ്ലഗിനെ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മാനിഫെസ്റ്റ് വേണം. അതിന് കുറച്ച് കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഞാൻ ടെക്നിക്കൽ കാര്യങ്ങളിലോട്ട് കിടക്കുന്നില്ല. അതിന്റെ ബേസിക് എന്ന് വെച്ചാൽ ഒരു പ്ലഗിൻ വേണം എന്നുള്ളതിന് അതിനെ ആദ്യം ഡിസൈൻ ചെയ്യും. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ ഈ വന്നേക്കുന്നതിനകത്തുനിന്ന് കോർഡിനേറ്റ്സ് കളക്ട് ചെയ്തിട്ട് ബെസ്റ്റ് റൂട്ട് ഫോം ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം. അപ്പൊ അതിനെ നമ്മളൊരു പ്ലഗിൻ ആക്കുക. പ്ലഗിൻ ആക്കി കഴിഞ്ഞിട്ട് ഈ ചാറ്റ് ജി പി ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഒരു ഡയഗ്രാം ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ അതിനൊരു HTTP എൻഡ് പോയിന്റ് വേണം, ഒരു മാനിഫെസ്റ്റ് ഫയല് വേണം. അപ്പൊ അങ്ങനെ ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് റവന്യൂവും ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പ്ലഗിൻ സ്റ്റോറിനകത്ത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.